നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് ലോട്ടറി ഭാഗ്യം നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് സ്വിച്ച് ബോർഡുകളെക്കുറിച്ചും മന്ത്രവാക്കുകളെക്കുറിച്ചും ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രികത്തെക്കുറിച്ചും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത്. അതായത് ലോട്ടറി സമ്മാനം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഉത്സാഹമാണ്. നമ്മളെല്ലാവരും തന്നെ ലോട്ടറി എടുക്കുന്നത് ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും നമുക്കും ഒരു ഭാഗ്യം ഉണ്ടാകില്ലേ, നമ്മളെ തേടിയും ഭാഗ്യദേവത കടാക്ഷിക്കില്ലേ എന്നെല്ലാം മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയായിരിക്കും ലോട്ടറി എടുക്കുന്നത്. ആരും തന്നെ ലോട്ടറി എടുക്കുന്നവർ എനിക്കിത് അടിച്ചാൽ അടിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ധാരണയോടുകൂടി എടുക്കാറില്ല. കിട്ടിയാൽ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം എന്നുള്ള മനോഭാവം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി എടുക്കുന്ന ലോട്ടറികൾ പലതും നമുക്ക് അടിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കിത് കിട്ടില്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് ഒരു ലോട്ടറി ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യങ്ങളാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ലോട്ടറി എന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഭാഗ്യവും വന്നു ചേരുവാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒരു ജീവിതത്തിൽ വിജയമുണ്ടാകുവാനായിട്ട് ഈ ലോട്ടറിയിൽ എനിക്കൊരു വലിയ സമ്മാന തുക വന്നു ചേരും. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും, ഞാനും ഒരു കോടീശ്വരനായി ജീവിക്കുമെന്നുള്ള ആ മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകരുത്. ഇപ്രാവശ്യം കിട്ടും, ചെറുതോ വലുതോ ആയ ഒരു തുക നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ള ധാരണയോടുകൂടി ആയിരിക്കണം നമ്മൾ ഓരോ പ്രാവശ്യം ലോട്ടറി എടുക്കുമ്പോഴും ചിന്തിക്കേണ്ടത്. എപ്പോൾ നമ്മുടെ മനസ്സ് തളർന്ന് ഇതെല്ലാം നമുക്ക് കിട്ടില്ല എന്ന് നമ്മൾ അതിനെ തള്ളിക്കളയുന്നുവോ ആ സമയം തൊട്ട് ഈ പ്രപഞ്ചശക്തിയുടെ പോസിറ്റീവ് എനർജി നമ്മളെയും തള്ളിക്കളയുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി മാത്രം ലോട്ടറി എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ലോട്ടറി എടുത്തു, അത് ഈ ഓണം ബമ്പർ ആയിക്കോട്ടെ, അല്ല ഇനി വരുന്ന പൂജാ ബമ്പർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു ബമ്പർ ലോട്ടറി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു തുക നമുക്ക് കിട്ടിയാൽ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ വരെയും മുഴുവനായും തീർത്തെടുക്കുവാൻ സാധിക്കും എന്നൊരു മനോഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കേണ്ടതാണ്. ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ വെച്ച് ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ്. ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പക്ഷേ ഇത് പരീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ലോട്ടറി കിട്ടില്ല എന്നുള്ള ധാരണയോടുകൂടി നിങ്ങൾ ചെയ്യരുത്. അതിനായിട്ട് നമുക്ക് ഇനി നറുക്കെടുക്കാൻ പോകുന്ന ഒരു ലോട്ടറി ടിക്കറ്റാണ് ആവശ്യം. നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് എടുക്കുവാൻ പോവുകയാണെങ്കിൽ അത് എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം ഒരു കണ്ണാടി ബോട്ടിലാണ് എടുക്കേണ്ടത്. നമ്മുടെ അച്ചാറിൻ്റെ ബോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ കോഫി പൗഡറിൻ്റെ ബോട്ടിലാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു കണ്ണാടി ബോട്ടിൽ നമുക്ക് എടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു കൈപ്പിടി അളവിന് പച്ചരിയാണ്. ശുദ്ധമായ പച്ചരി ഉണ്ടെങ്കിൽ അതെടുക്കുക. മാത്രമല്ല 5 മുന ഒടിയാത്ത ഗ്രാമ്പു, അതായത് നല്ല രീതിയിലുള്ള 5 ഗ്രാമ്പുവാണ് നമുക്ക് ആവശ്യം. ആദ്യം നമ്മൾ 6 എണ്ണം എടുക്കേണ്ടതാണ്. എടുത്ത് ആ ഗ്രാമ്പുവും തയ്യാറാക്കി വെക്കാം. പിന്നീട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം, പിന്നീട് 1 രൂപ നാണയം ഒരു വെള്ളത്തുണിയിൽ കിഴി രൂപത്തിൽ കെട്ടിയത്. ഇവയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്വിച്ച് വേർഡ് ഉണ്ട്, അതായത് VLQ786 എന്നുള്ള സ്വിച്ച് വേർഡ് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കണ്ണാടി ബോട്ടിലിൽ പച്ചരി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 6 ഗ്രാമ്പുവിൽ 1 ഗ്രാമ്പു എടുത്ത് നമ്മുടെ വായിലിട്ട് നമ്മുടെ വായിയുടെ വലതുവശത്ത് ആ ഗ്രാമ്പുവിനെ കടിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടി VLQ786 എന്നുള്ള ആ ഒരു സ്വിച്ച് വേർഡ് നമ്മൾ തുടർച്ചയായി ചൊല്ലിക്കൊണ്ട് ബാലൻസ് ഉള്ള 5 ഗ്രാമ്പുവും നമുക്ക് ഈ പച്ചരിയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് 1 രൂപ നാണയമാണ്. അതായത് ഒരു വെളുത്ത നിറത്തിലുള്ള തുണിയിൽ നമ്മൾ ആ 1 രൂപ നാണയം ഒരു കിഴി രൂപത്തിൽ കെട്ടണം. ഇതിനോടൊപ്പം നമുക്ക് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരവും കൂടി വയ്ക്കാം. ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് പണത്തെ വശ്യം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യദേവത കടാക്ഷിക്കുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. പല പണ വശീകരണത്തിനു വേണ്ടിയും ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല താന്ത്രികങ്ങൾക്ക് വേണ്ടിയും വഴിപാടുകൾക്ക് വേണ്ടിയും കൂടാതെ
പൂജാ കർമ്മങ്ങൾക്ക് വേണ്ടിയും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. ഈ പച്ചക്കർപ്പൂരം ഏതൊരു വീട്ടിലുണ്ടോ ആ വീട്ടിൽ ദൈവ കടാക്ഷം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, സന്തോഷവും സമാധാനവും സമ്പത്തും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരമാണ് നമുക്ക് ഇനി ഇതിനായിട്ട് ആവശ്യം. ആ ഒരു പച്ചക്കർപ്പൂരവും നമുക്ക് ഈ 1 രൂപ നാണയത്തിൻ്റെ കൂടെ വെച്ച് ഒരു ചെറിയ കിഴി രൂപത്തിൽ കെട്ടുക. ഒരു നൂല് കൊണ്ട് കെട്ടിയാലും മതി. ഇനി അഥവാ നമുക്ക് ഇപ്പോൾ കീറിയിരിക്കുന്ന ഈ തുണിയുടെ ഒരു കഷ്ണമുണ്ടെങ്കിൽ അതുകൊണ്ട് കെട്ടിയാലും മതിയാകുന്നതാണ്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞതിനു ശേഷം ഈ കിഴി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കണ്ണാടി ബോട്ടിലിനകത്തേക്ക് ഇടാം. അത് ഇട്ടു കഴിഞ്ഞതിനു ശേഷം ആ അടപ്പ് അടച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആ ബോട്ടിൽ വീണ്ടും കൈകളിലെടുത്ത് പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിച്ച സമ്മാനത്തുക എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി. പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിച്ച സമ്മാനത്തുക എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി. പ്രപഞ്ചമേ, ഞാൻ ആഗ്രഹിച്ച സമ്മാനത്തുക എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി എന്നിങ്ങനെ നമ്മൾ 11 പ്രാവശ്യം ഈ പ്രപഞ്ചത്തോട് താങ്ക് യു എന്നുള്ള വാക്ക് പറയേണ്ടതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് പൂജാമുറിയിൽ വെക്കാം. ഇനി അഥവാ പൂജാമുറി ഇല്ലാത്തവരാണ്, ഞങ്ങൾ പൂജകളും വഴിപാടുകളും ഒന്നും ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അലമാരയ്ക്കുള്ളിൽ നമുക്ക് ഇതിനെ വെക്കാവുന്നതാണ്. അതായത് ആദ്യം പച്ചരി ഇട്ടു, പിന്നീട് ഗ്രാമ്പു ഇട്ടു. മാത്രമല്ല നമ്മൾ കിഴി രൂപത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന 1 രൂപ നാണയവും അതിനോടൊപ്പമുള്ള പച്ചക്കർപ്പൂരവും ഇട്ടതിനു ശേഷം ഈ ലോട്ടറി ടിക്കറ്റും നമ്മൾ ഇതിനകത്തേക്ക് ഇടണം. അതിനുശേഷമാണ് ഈ പ്രപഞ്ചത്തോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ എപ്പോഴും തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സമ്മാനത്തുകകൾ വീഴുവാനായിട്ടുള്ള ഒരുപാട് സ്വിച്ച് ബോർഡുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിത്യവും ചൊല്ലേണ്ടതാണ്. നിങ്ങൾക്കതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ VLQ786 എന്നുള്ള സ്വിച്ച് വേർഡ് തുടർച്ചയായിട്ട് ചൊല്ലാവുന്നതാണ്. വളരെയധികം ഫലം തരുന്ന ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഏത് ലോട്ടറി ടിക്കറ്റുകൾ ഇനി നറുക്കെടുക്കുവാൻ പോവുകയാണെങ്കിലും ആ ലോട്ടറി നമുക്ക് ഇതുപോലെ ചെയ്തു വെക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇത് ആരോടും തന്നെ പറയരുത്. ഞാൻ ഈ ഒരു താന്ത്രികം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നുണ്ട്, എനിക്ക് സമ്മാനം വീഴും എന്നൊന്നും നമ്മൾ ആരോടും തമ്മിൽ ഡിസ്കസ് ചെയ്യാതെ നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട താന്ത്രിക രീതിയാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ പറഞ്ഞത്. നിങ്ങൾ ഇത് ഒന്ന് ചെയ്തു നോക്കുക. ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന് പീരിയഡ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് പച്ചക്കർപ്പൂരം എടുക്കുമ്പോൾ പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് വീട്ടിലെ വേറെ ആരോടെങ്കിലും ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് പറയുക. ഇതൊരൊറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കൂ. ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയ ഒരു സമ്മാനത്തുക നമുക്ക് ഉറപ്പായും അടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും VLQ786 എന്നുള്ള ആ ഒരു മന്ത്രവാക്യം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള സ്വിച്ച് ബോർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.